ഇതിപ്പോ കൊറേ നേരമായിട്ട് ഈ പറമ്പ് മുഴുവൻ നടക്കല്ലേ, ഇവിടെ നിന്നാലോ? ഈ മണ്ടോദരി എന്നുള്ള പേര് ശരിക്കുള്ള പേരാണ്? അതെ. കൊള്ളാം. എന്റെ പേര് മന്മഥനാണെങ്കിലും വീട്ടില് മണിക്കുട്ടാന്ന് അമ്മ വിളിക്കണേ. ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടല്ല. ഞാൻ പഠിപ്പിക്കാം. അല്ല, ഡ്രൈവിങ്ങിനോട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇതാ പഠിക്കണേ അല്ലേ? ആ ബി.എഡ് ഇപ്പൊ കംപ്ലീറ്റ് ആവും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഞാൻ കുറെ പെണ്ണ് കാണാൻ പോയി, പക്ഷെ ഒന്നിനെ എനിക്ക് അങ്ങോട്ട് മാനസികമായിട്ടൊരു ഒരു ഒരു ഇഷ്ടമായില്ല. കുട്ടിയെ കണ്ടപ്പോ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷമായി, എനിക്ക് ഇഷ്ടമായി. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് മാനസികമായിട്ടും. അതുകൊണ്ട് കളറ് തന്നെ കണ്ടില്ലേ, ഒരുപോലത്തെ അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയണോണ്ടൊന്നും തോന്നരുതേ. പറഞ്ഞു. എനിക്കിഷ്ടായില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താന്ന് പറയണേ? അളി എങ്ങനെ ചാടി കളിക്കല്ലേ, മയത്തിന് ചോദിക്കി. എന്നാ ചോദിച്ചോ, അമ്മാവനാണോ ഈ കോലത്തിലാക്കിയത്? നല്ലോണം ചോദിച്ചോ. എനിക്കിതൊക്കെ കേൾക്കണം. എന്താ കുട്ടി അവന് ഇഷ്ടപ്പെട്ടില്ലേ പറയാൻ കാരണം? അമ്മാവൻ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതാ ഞങ്ങളും ചോദിക്കണേ, എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചെക്കന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ നീ അവനൊരു കുറവുണ്ട്? അമ്മാവനെ അയാളെ ശരിക്കും നോക്കിയ പിന്നെ മീശയില്ല, തടിച്ചുരുണ്ടൊരു മാംസപ്പുണ്ടാവും. അയ്യോ അപ്പൊ ഇവളുടെ സങ്കല്പത്തിലുള്ള പുരുഷൻ ഏതാണാവോ? അല്ല, തടി ഇപ്പൊ വലിയ കുറവാ. അമ്മാവ, അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ശരിയല്ല. ആ ബ്രോക്കർ ഒരു വയസ്സ് കുറച്ച് പറഞ്ഞപ്പോ തന്നെ അയാൾ ചാടി കയറി പറഞ്ഞു, സത്യസന്ധനാണ്, എനിക്ക് 32 ആയിട്ടാണ്. ഇത്രയും സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേ. എന്നാ അയാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ഒരു കാര്യം അച്ഛൻ കേട്ടില്ലായിരുന്നോ? അയാളുടെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കാണ്, നോക്കാൻ വേണ്ടിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോണേന്ന്. അത് ശരി. അപ്പൊ കുടുംബം നോക്കണവരെ നിനക്ക് പറ്റിയില്ല? കുടുംബം നോക്കണതല്ല അച്ഛാ, ഞാനിപ്പോ B.Ed കംപ്ലീറ്റ് ചെയ്യുന്ന എന്തിനാ? എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിട്ടാ. എല്ലാവരോടും കൂടി ഞാൻ പറയാ, എനിക്ക് അയാളെ ഇഷ്ടല്ല. വേറെ നല്ല ആളെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. പിന്നെ മനസ്സിൽ നടക്കുക. അവനോട് ചൂടായി, അതായത് തൊണ്ടെന്താ കുഴപ്പം? ഏട്ടനത് പറയാം. മാസത്തിലെ 3-4 പെണ്ണുകാണല്ലോ അവക്ക്. എല്ലാവർക്കും പലഹാരം വാങ്ങിച്ചു കൊടുത്തേ ഇവിടുത്തെ പൈസ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതൊക്കെ തിന്നിലിടണം. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല. ഈ നിലയ്ക്കാ പോണെച്ചാലേ എവിടെ ചെന്ന് അവസാനിക്കാണെന്ന് എനിക്കറിയില്ല കേട്ടോ.